മുരുകസേനയുടെ വലിപ്പം കൂടി വരുന്നു. അത് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ളതാവുമ്പോൾ അത് ഇരട്ടി മതിലായിട്ട് മാറും. ഇത് നമുക്ക് 3 സെക്ഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. 1 മുരുക പൂജ, 2 കണക്റ്റഡ് ടു സ്കന്ദലോക, 3 ലൈഫ് ഓർണമെന്റ്. ഇങ്ങനെ 3 സെക്ഷനിലൂടെ ചെയ്യണം. ഇന്ന് ഞാൻ ഒരു 6 ദിവസം അർമേനിയയിൽ യാത്ര ചെയ്തിരുന്നു. വന്ന് കാലത്ത് വന്നു, അടുത്ത ദിവസം വൈകുന്നേരം വീണ്ടും തായ്വാനിലേക്ക് യാത്ര പോയി. ഒരു 10-12 ദിവസം യാത്രയായിരുന്നു. ഫുള്ളായിട്ട് ഭഗവാന്റെ ഡയറക്ഷൻ അനുസരിച്ച് പലപ്പോഴും രാത്രി നേരം വൈകിട്ടാണ് കിടക്കാൻ പറ്റിയ, കാറ്റ് നേരത്തെ എത്തിക്കേണ്ടി വരും. വന്നതിന്റെ പിറ്റേ ദിവസം ഈ ഫംഗ്ഷൻ വരുന്നു. കാലത്ത് 6000 പേര് വരുന്നൊരു ഫംഗ്ഷൻ. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഫുള്ളായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഈ ദൗത്യം നയിക്കുന്ന ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ആ ഊർജം, എനർജി അവരെ തരുന്നത്, ആ ഊർജത്തിനാണ് ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. അത് ഇവിടെ വന്ന എല്ലാവരും കഴിഞ്ഞ 40 ലക്ഷം കഴിഞ്ഞപ്പോഴും വന്ന എല്ലാ ആൾക്കാരും വന്നതിനേക്കാൾ സന്തോഷത്തോടുകൂടി തിരിച്ചു പോണ കാണുമ്പോൾ അതാണ് എല്ലമാർക്കടെ വിജയം. എല്ലമാർക്കടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമിന്റെ കൃത്യത. ആ ഗ്രൗണ്ട് ഫോഴ്സ് ടീമിന് ഒരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോ നമുക്ക് ആദ്യത്തെ മുരുകപൂജ ആരംഭിക്കുകയാണ്. മുരുകപൂജയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പവർ കിട്ടിയില്ലേ? കിട്ടാത്ത ആരുമില്ലല്ലോ. ഇനി എല്ലാവരുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും തീവ്രമായി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന പുഷ്പങ്ങളായിട്ട് സ്വീകരിക്കാൻ ഇവരെല്ലാവരും വരും. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന മെറ്റീരിയൽ? അത് ഏറ്റവും തീവ്രമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തോളൂ.